പൗരത്വ നിയമം ഉദാരമാക്കിയിരിക്കുകയാണ് കാനഡ. ഇന്ത്യൻ പ്രവാസികൾക്ക് ഗുണകരമാണ് പുതിയ തീരുമാനം. നിയമത്തിന്റെ വിശദാംശങ്ങൾ അറിയാം. വിഷ്ണുദത്ത് വിശദീകരിക്കും. വളരെ വലിയൊരു നീക്കമാണ് കാനഡ നടത്തിയിരിക്കുന്നത്. പൗരത്വ നിയമത്തിൽ ഉദാരമാക്കി മാറ്റിയിരിക്കുകയാണ് കാനഡ. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പരിഷ്കരണം, അതായത് നിലവിൽ നിലനിൽക്കുന്ന പൗരത്വ നിയമം അത് വംശാവലി അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് കാനഡ. ആ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കനേഡിയൻ സർക്കാർ. ബിൽ C3 എന്ന ബില്ലിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണെന്ന് നോക്കാം. നിലവിലുള്ള നിയമം വിദേശത്ത് ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കാനഡയിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് പൗരത്വം നഷ്ടമാകുന്നതെന്നാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, വിദേശത്ത് ജനിച്ച കനേഡിയൻ മാതാപിതാക്കൾക്ക് വിദേശത്ത് തന്നെ മക്കളുണ്ടാവുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് കനേഡിയൻ പൗരത്വമില്ലെങ്കിൽ, അത് മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് കനേഡിയൻ പൗരത്വമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല. അതാണ് നിലവിലുള്ള നിയമം. ഇതിനെതിരെ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണെന്ന് 2 വർഷം മുമ്പ് വിവിധ കോടതികൾ നിരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാകുന്നത്. ഇനി ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പരിണിത ഫലം അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത്, നിലവിൽ നിയമം മൂലം പൗരത്വം ലഭിക്കാത്തവർക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുക. ഇനി മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളെ പറഞ്ഞാൽ, വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. മറ്റൊരു വിഭാഗം മുൻ നിയമം മൂലം ഒഴിവാക്കപ്പെട്ടവർ, പൗരത്വം ഇല്ലാതാക്കപ്പെട്ടവർക്ക് ഈ ഒരു ആനുകൂല്യം ഉപകാരപ്പെടും. അവർക്ക് പൗരത്വം ലഭിക്കുക എന്നൊരു വലിയൊരു കാര്യമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രവാസികൾക്കും ഏറെ ഗുണകരമായ ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ പുതിയ ബില്ലാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സ്വാഗതാർഹമായ വലിയൊരു മുന്നേറ്റം തന്നെയാണ് കനേഡിയൻ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് രീതിയിലുള്ള ഗുണങ്ങൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കനേഡിയക്കാർക്ക്, നമ്മുടെ ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കും എന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന കാലങ്ങളിൽ അറിയാവുന്നതാണ്. ധന്യ. Yes.